ഹലോ ഹായ് നമസ്കാരം. സഹകാരി പി എസ് സിയുടെ പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ കേരള ബജറ്റ് 2026-27 കേരള ബജറ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും അറിയാം, ഇക്കഴിഞ്ഞ 2026 ജനുവരി 29 വ്യാഴത്തിനാണ് നമ്മുടെ കേരള ബജറ്റ് ധനകാര്യ മന്ത്രിയായ KN ബാലഗോപാൽ അവതരിപ്പിച്ചത്. എന്താണ് ബജറ്റ് എന്ന് പറയുന്നത്? വരുന്ന ഒരു ഫിനാൻഷ്യൽ ഇയറിലൊട്ടേക്ക് അല്ലെങ്കിൽ വരുന്ന ഒരു സാമ്പത്തിക വർഷത്തെ വരവിനെ കുറിച്ചും ചെലവിനെ കുറിച്ചും പ്രതിപാദിക്കുന്ന ഒരു രേഖയാണ് ബജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബജറ്റ് 2026-2027 പ്രധാനമായിട്ടും PSC ചോദിക്കാറുള്ളതാണ് നമ്മുടെ ബജറ്റിനെ കുറിച്ച്. അതിപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ പാർട്ടായിട്ടാണെങ്കിലും എക്കണോമിക്സിന്റെ പാർട്ടായിട്ടാണെങ്കിലും PSC സ്റ്റേറ്റ് ബജറ്റ് ആയിക്കോട്ടെ യൂണിയൻ ബജറ്റ് ആയിക്കോട്ടെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് പ്രധാനപ്പെട്ട വസ്തുതകൾ മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. അതായത് ഒരു PSC പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തെല്ലാം കാര്യങ്ങളാണ് PSC ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത് അത് മാത്രമാണ് നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനെക്കുറിച്ചിട്ടുള്ള ക്ലാസ് ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, നമ്മുടെ രണ്ടാം പിണറായി സർക്കാരിന്റെ ബജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചത്. ഇതിന്റെ പ്രത്യേകത രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ പൂർണ്ണ ബജറ്റാണ്. കേരള സംസ്ഥാനത്തെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരള സംസ്ഥാനത്തിന്റെ 77ാമത്തെ ബജറ്റാണ് ഇപ്പോൾ ഈ വന്നിട്ടുള്ള ബജറ്റ് എന്ന് പറയുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ പൂർണ്ണ ബജറ്റാണ്. മറ്റൊരു പ്രത്യേകത ഇതിന്റെ KN ബാലഗോപാൽ അവതരിപ്പിക്കുന്ന 6ാമത്തെ ബജറ്റാണ് ഇത്. അതായത് 2021 2 പ്രാവശ്യം ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ബജറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് 6ാമത്തെ ബജറ്റാണ് ഇപ്പോൾ KN ബാലഗോപാൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം പ്രധാനപ്പെട്ട വസ്തുതകളാണ്, ഓർത്ത് വെക്കുക. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സിലോട്ട് പോകാം. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ്. നോക്കുക, രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന പൂർണ്ണ ബജറ്റാണ് ഇക്കഴിഞ്ഞ ബജറ്റ് എന്ന് പറയുന്നത്. അവസാന പൂർണ്ണ ബജറ്റാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, കേരള സംസ്ഥാനത്തിന്റെ 77ാമത്തെ ബജറ്റാണ് ഇപ്പോൾ 2026 ജനുവരി 29 അവതരിപ്പിച്ചത്. ആരാണ് അവതരിപ്പിച്ചത്? ധനകാര്യ മന്ത്രി KN ബാലഗോപാൽ ആണ് ഈ ഒരു ബജറ്റ് അവതരിപ്പിച്ചത്. പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട വസ്തുതകളാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ ധനകാര്യ മന്ത്രിയായ KN ബാലഗോപാൽ അവതരിപ്പിക്കുന്ന എത്രാമത്തെ ബജറ്റാണ്? 6ാമത്തെ ബജറ്റാണ്. അതായത് 2021 ഇവർ അധികാരത്തിൽ വന്നതിന് ശേഷം പുതുക്കിയ ബജറ്റ് അവതരിപ്പിച്ചിരുന്നു. ആ ബജറ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് 6ാമത്തെ ബജറ്റാണ് KN ബാലഗോപാൽ അവതരിപ്പിച്ച ദിവസം എന്നാണ്? ഈ ജനുവരി 29, 2026 ജനുവരി 29 വ്യാഴാഴ്ചയാണ് ഈ ഒരു ബജറ്റ് അവതരിപ്പിച്ചത്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന പൂർണ്ണ ബജറ്റാണ്, 77ാമത്തെ ബജറ്റാണ്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷമുള്ള ധനകാര്യ മന്ത്രി KN ബാലഗോപാലിന്റെ തുടർച്ചയായ 6ാമത്തെ ബജറ്റാണ്. ഇതെല്ലാം പ്രസ്താവനയായിട്ട് ചോദിക്കാനായിട്ട് നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്നതെല്ലാം. അതുകൊണ്ട് ഈ രീതിയിൽ തന്നെ PSC ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. രണ്ടാം പിണറായി സർക്കാരിന്റെ ധനകാര്യ മന്ത്രിയായിട്ടുള്ള KN ബാലഗോപാൽ അവതരിപ്പിക്കുന്ന തുടർച്ചയായ എത്രാമത്തെ ബജറ്റാണ്? 6ാമത്തെയാണ്. 2021 പുതുക്കിയ ബജറ്റ് ഉൾപ്പെടെ ബജറ്റ് അവതരിപ്പിച്ച ദിവസം എന്ന് പറയുന്നത് 2026 ജനുവരി 29 വ്യാഴാഴ്ചയാണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നോക്കിക്കേ, വരുന്ന സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. ഏതാണ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്? 2026-2027 ബജറ്റാണ് അവതരിപ്പിച്ചത്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താന്ന് പറയുന്നത്, ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗങ്ങളിൽ 4ാം സ്ഥാനത്താണ് ഇക്കഴിഞ്ഞ ദിവസം KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റ് പ്രസംഗം എന്ന് പറയുന്നത്. എത്ര മണിക്കൂറാണ്? 2 മണിക്കൂർ 53 മിനിറ്റ് ആണ്. ഓർത്ത് വെക്കുക, KN ബാലഗോപാൽ ജനുവരി 29, 2026 അവതരിപ്പിച്ച ബജറ്റിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 2 മണിക്കൂർ 53 മിനിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ 4ാം സ്ഥാനത്താണ് ഈ ബജറ്റ് നിൽക്കുന്നത് എന്ന് ഓർക്കുക. അങ്ങനെ നോക്കുമ്പോൾ അതിന് മുന്നിലുള്ള 3 സ്ഥാനം ആർക്കായിരിക്കും? 2 തോമസ് ഐസക് ആണ്. അതിനുശേഷം 2016 ഉമ്മൻചാണ്ടി അവതരിപ്പിച്ചതാണ് 3ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ദൈർഘ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് കഴിഞ്ഞ് 4ാം സ്ഥാനത്താണ് KN ബാലഗോപാൽ അവതരിപ്പിച്ച 2026-2027 ബജറ്റിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗം അവതരിപ്പിച്ചത് ആരാണ്? ഡോക്ടർ തോമസ് ഐസക്, TM തോമസ് ഐസക് ആണ്. 3 മണിക്കൂർ 17 മിനിറ്റ് ആണ്. 2021 3 മണിക്കൂർ 17 മിനിറ്റ് ആണ് അതിന്റെ ആ ഒരു ദൈർഘ്യം എന്ന് പറയുന്നത്. ചിലടത്ത് 18 മിനിറ്റ് എന്നും കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഓപ്ഷൻസ് നോക്കുക, അതിൽ തന്നിരിക്കുന്ന അനുസരിച്ച്. ഇങ്ങനെ ചോദിക്കുവാണെങ്കിൽ
മനസ്സിലാക്കി വെക്കുക, 3 മണിക്കൂർ 17 മിനിറ്റ് ആണ് തോമസ് ഐസക്കിന്റെ ഏറ്റവും റെക്കോർഡ് ദൈർഘ്യമുള്ള ബജറ്റ് അവതരണം, കേരള ബജറ്റിന്റെ അവതരണം എന്ന് ഓർക്കുക. 2ാം സ്ഥാനത്തും ഡോക്ടർ TN തോമസ് ഐസക്കിന്റെ പ്രസംഗം തന്നെയായിരുന്നു. 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് 2016 അവതരിപ്പിച്ച ഉമ്മൻചാണ്ടിയുടെ ബജറ്റ് അവതരണമാണ് 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്നുകൂടി ഇവിടെ ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ക്ലിയർ അല്ലേ? ഇനി അടുത്തതായിട്ട് ഈ ബജറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വരുമാനത്തിന്റെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ ആകെ റവന്യൂ വരുമാനത്തിന്റെ 25% മാത്രമാണ് കേന്ദ്ര വിഹിതമായി ലഭിക്കുന്നത്. ബാക്കി 75% സംസ്ഥാനം സ്വന്തം നിലയ്ക്കാണ് കണ്ടെത്തുന്നത് കൂടി മനസ്സിലാക്കുക. അതായത് കേരളത്തിന്റെ ആകെ റവന്യൂ വരുമാനത്തിന്റെ 25% മാത്രമാണ് എവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്? കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത്. ബാക്കി 75% കണ്ടെത്തുന്നത് ആരാണ്? നമ്മുടെ സർക്കാർ, കേരള സർക്കാർ തന്നെ സ്വന്തം നിലയ്ക്ക് കണ്ടെത്തുന്നതാണ് ബാക്കി 75% എന്ന് പറയുന്നത്. ഇനി തനത് നികുതി വരുമാനത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ, അതായത് ടാക്സ് റവന്യൂ ആണ് തനത് നികുതി വരുമാനം, ഓൺ ടാക്സ് റവന്യൂ ആണ് തനത് നികുതി വരുമാനം എന്ന് പറയുന്നത്. ഈ സർക്കാരിൻ്റെ പ്രതിവർഷ തനത് നികുതി വരുമാനം എന്ന് പറയുന്നത് 73,002 കോടി രൂപയും ഈ ബജറ്റിൽ 2025-26 തനത് നികുതി വരുമാനമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് 83,731 കോടി രൂപയാണ്. നിങ്ങൾ ഈ കോടിക്കണക്കൊന്നും പഠിച്ചു വെക്കണ്ട. PSC അറിയാമല്ലോ, പ്രാക്ടിക്കൽ ലെവലിലായിരിക്കും PSC ചോദിക്കുന്നത്, കൂടിയോ കുറഞ്ഞോ എന്നുള്ള രീതിയിലായിരിക്കും PSC ചോദിക്കുന്നത്. അപ്പോൾ ഈ സർക്കാരിൻ്റെ ശരാശരി പ്രതിവർഷ നികുതി വരുമാനം, തനത് നികുതി വരുമാനം എന്ന് പറയുന്നത് 73,002 ആണ്. എന്നാൽ 2025-26 കണക്ക് പ്രകാരം റിപ്പോർട്ട് ചെയ്യുന്നത് 83,731 കോടി രൂപയാണ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക തനത് നികുതി വരുമാനം എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. PSC സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം, 2026-27 കേരള ബജറ്റ് പ്രഖ്യാപനത്തോടനുബന്ധിച്ച് തനത് നികുതി വരുമാനം കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരിക്കും പ്രസ്താവന തരുന്നത്. അല്ലാതെ ഈ ഒരു കോടിയുടെ കണക്കൊന്നും അവിടെ തരത്തില്ല. അപ്പം നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക, തനത് നികുതി വരുമാനം കൂടുവാണ് ചെയ്തത്. ഈ ഒരു 2025-26 തനത് നികുതി വരുമാനമായിട്ട് ടാക്സ് റവന്യൂ റിപ്പോർട്ട് ചെയ്യുന്നത് 83,731 കോടി രൂപയാണ്. അതിനർത്ഥം തനത് നികുതി വരുമാനം കൂടിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ തനത് നികുതിയേതര വരുമാനം, അതായത് നോൺ ടാക്സ് റവന്യൂ മാത്രമല്ലല്ലോ നമ്മുടെ സർക്കാരിന് കിട്ടുന്നത്, നോൺ ടാക്സ് റവന്യൂവും കിട്ടാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ തനത് നികുതിയേതര വരുമാനത്തെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? സംസ്ഥാനത്തിൻ്റെ നികുതിയേതര വരുമാനത്തിലും വർധനവുണ്ടായി. അതായത് നോൺ ടാക്സ് റവന്യൂവിലും വർധനവ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അത് എത്ര കോടി രൂപയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്? സർക്കാരിൻ്റെ, അതായത് ഈ സർക്കാരിൻ്റെ കാലയളവിലെ ശരാശരി നികുതിയേതര വരുമാനം എന്ന് പറയുന്നത് 15,435 കോടി രൂപയാണ്. ഈ നികുതിയേതര വരുമാനത്തിലും വർധനവുണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ടാക്സ് റവന്യൂവിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ നോൺ ടാക്സ് റവന്യൂ ആണെന്നുണ്ടെങ്കിലും കൂടിയിട്ടേ ഉള്ളൂ എന്ന് നിങ്ങളിവിടെ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അല്ലാതെ കണക്കുകളൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. ഈ കോടികളുടെ കണക്കൊന്നും മനസ്സിലാക്കി വെക്കേണ്ട, അതായത് ഓർത്ത് വെക്കേണ്ട. ഇത്രയും മനസ്സിലാക്കുക, നികുതിയേതര വരുമാനവും ഈ സർക്കാരിൻ്റെ കാലയളവിൽ കൂടിയിട്ടുണ്ട് എന്നുള്ളത് മാത്രം ഇവിടെ ക്ലിയർ ആക്കി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്തതിലോട്ട് പോവാം. സാമ്പത്തിക വളർച്ച, ഇതുപോലുള്ള ഈ ഡേറ്റാസ്, അതായത് ഫിഗേഴ്സിലുള്ള ഡേറ്റാസ് PSC ചോദിച്ച് കണ്ടിട്ടുണ്ട്. മെയിൻലി ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കാണ് ഇതുപോലെ ഫിഗേഴ്സിൽ ചോദിക്കുന്നത്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് സാമ്പത്തിക വളർച്ചയുടെ കാര്യം നോക്കുവാണെങ്കിൽ റിയൽ GSDP ഗ്രോത്ത്, അതായത് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ് GSDP എന്ന് പറയുന്നത്. അതായത് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അതാണ് GSDP എന്ന് പറയുന്നത്, ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അതിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് തന്നിട്ടുണ്ട് 6.19%. അതായത് നോക്കുക, 2024-25 കാലയളവിലെ GSDP റേറ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. GSDP ഗ്രോത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 6.19% ആണ് GSDP ഗ്രോത്ത് 2024-25 കാലയളവിൽ. എന്നാൽ നേരത്തെയുള്ള കഴിഞ്ഞ വർഷത്തെ വളർച്ച എന്ന് പറയുന്നത്, അതായത് 2023-24 കാലയളവിലെ വളർച്ച എന്ന് പറയുന്നത് 6.73% ആയിരുന്നു. മനസ്സിലായോ? 2023-24 6.73% GSDP ഗ്രോത്ത്, ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ 2024-25 കാലയളവിൽ GSDP ഗ്രോത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 6.19%. ഈ ഒരു ഡേറ്റ, ഈ ഒരു ഫിഗേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം നേരിയ കുറവാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് GSDP ഗ്രോത്ത് എന്ന് പറയുന്നത്
കുറവ് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. കഴിഞ്ഞ വർഷം 2023-24 6.73% ഉണ്ടായിരുന്ന GSDP എന്ന് പറയുന്നത്, ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 2024-25 കാലയളവായപ്പോൾ 6.19% മാറിയിട്ടുണ്ട്. അതായത് നേരിയ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. പ്രസ്താവനയായിട്ട് ചോദിക്കാൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷത്തെ GSDP ഗ്രോത്ത് അനുസരിച്ച് അല്ലെങ്കിൽ വളർച്ച അനുസരിച്ച് ഈ വർഷത്തെ GSDPയിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ പ്രസ്താവന ശരിയാണ്. അതായത് 6.19% മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇതാണ് സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ നമ്മൾ അനലൈസ് ചെയ്താൽ മനസ്സിലാക്കുന്നത്. ഡിഗ്രി ലെവലിൽ ചോദിക്കാൻ പറ്റിയ ഒരു പോർഷനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി പ്രതിശീർഷ വരുമാനമാണെങ്കിലോ 1,90,149 സ്ഥിര വിലയിൽ ദേശീയ ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ്. ഇവിടെ നിങ്ങൾ ഇത് മാത്രം മനസ്സിലാക്കുക, ആ നമ്പേഴ്സ് ഒക്കെ വിട്ടോ. ദേശീയ ശരാശരിയേക്കാൾ പ്രതിശീർഷ വരുമാനം നമ്മുടെ സംസ്ഥാനത്തിൽ വളരെ കൂടുതലാണ് എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. പ്രതിശീർഷ വരുമാനം ദേശീയ ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ് എന്ന് മാത്രം എന്ത് ചെയ്താൽ മതി, ഇവിടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ അല്ലേ? ഇനി അടുത്തതായിട്ട് നമ്മുടെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് തന്നിട്ടുണ്ട്. അതായത് 2026-27 വരാൻ സാധ്യതയുള്ള വരവുകളുടെയും ചെലവുകളുടെയും കണക്കാണ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ആയിട്ട് നൽകുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. റവന്യൂ വരവായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് എല്ലാം കോടി രൂപയിലാണ് കേട്ടോ. കോടി രൂപ എന്നുള്ള ആ ഒരു കണക്കിലാണ് ഇവിടെ ഈ തന്നിരിക്കുന്ന എമൗണ്ട് എല്ലാം. 1.82 ലക്ഷം കോടി രൂപയാണ് റവന്യൂ വരവായിട്ട് 2026-27 ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. എത്രയാണ്? 1,82,972 കോടി രൂപ. അതുപോലെ റവന്യൂ ചെലവാണെങ്കിലോ 2.17 ലക്ഷം കോടി രൂപയാണ് റവന്യൂ ചെലവായിട്ട് ഇവിടെ തന്നിട്ടുള്ളത്. അത് വെച്ച് തന്നെ നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ്, റവന്യൂ ചെലവെന്ന് പറയുന്നത്, റവന്യൂ ചെലവ് അതായത് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് റവന്യൂ ഇൻകത്തെക്കാൾ എന്താണ്, വളരെ കുറവാണ് എന്നുള്ളത് മനസ്സിലാക്കാം. റവന്യൂ വരവ് അതുപോലെ തന്നെ റവന്യൂ ചെലവ് അല്ലേ, ഇവിടെ എക്സ്പെൻഡിച്ചർ ആണ് എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് നിൽക്കുന്നത്. ചെലവ് കൂടുതലും വരവിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ കുറവാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാം കമ്മിയാണ് അല്ലേ. എക്സ്പെൻഡിച്ചർ കൂടുതലും അതുപോലെ തന്നെ വരവ് കുറവുമാണെങ്കിൽ അതൊരു കമ്മി ബജറ്റ് ആയിരിക്കും. ഇവിടെയും ചെലവ് കൂടുതലാണ് അതുപോലെ വരവ് കുറവാണ്. ഇനി മൂലധന ചെലവായിട്ട് 1.93 ലക്ഷം കോടി രൂപയാണ് നമ്മുടെ കണക്കിൽ തന്നിട്ടുള്ളത്. അതുപോലെ മൂലധന ചെലവായിട്ട് 19,384 രൂപയാണ്. മൂലധന ചെലവ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് മൂലധന ചെലവ് എന്ന് പറയുന്നത്. വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചിലവാണ് മൂലധന ചെലവ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതുപോലെ പൊതുകടം എന്ന് പറയുന്നത് 51,378 ആണ് എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ആണ്. ജസ്റ്റ് ഇവിടെ ഫിഗേഴ്സ് നോക്കേണ്ടത്, നിങ്ങൾ കാര്യം മാത്രം മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇത്തവണ 2026-27 ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് റവന്യൂ വരവിനേക്കാളും റവന്യൂ ചെലവാണ് കൂടുതൽ എന്നുള്ളത് മാത്രം ഇവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഫിസ്ക്കൽ ഡേറ്റയെ പറ്റിയാണ്. ഫിസ്ക്കൽ ഡേറ്റ അതായത് ധനക്കമ്മിയും റവന്യൂ കമ്മിയും റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത്. 2023-24 മുൻ വർഷത്തെ ധനക്കമ്മി അല്ലെങ്കിൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 2024-2025 അതായത് നിലവിലുള്ള ഫിസ്ക്കൽ ഡെഫിസിറ്റിനേക്കാളും കുറവായിരുന്നു 2023-24. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? 2023-24 2024-25 ധനക്കമ്മി എന്ന് പറയുന്നത് കൂടിയിട്ടുണ്ട്. 3.86% മാറിയിട്ടുണ്ട്. മനസ്സിലാക്കുക, ധനക്കമ്മി എന്ന് പറയുന്നത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആണ്. അതായത് ടോട്ടൽ റവന്യൂവിനേക്കാളും ടോട്ടൽ എക്സ്പെൻഡിച്ചർ കൂടുതലാകുമ്പോഴാണ് അവിടെ കമ്മി വരുന്നത്. അതാണ് ധനക്കമ്മി അല്ലെങ്കിൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇവിടെയും ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്താണ്, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ആ ഒരു പെർസെൻറ്റേജിനേക്കാൾ 3.02% എന്ന് പറയുന്നത് 2024-25 ആയപ്പോൾ കൂടുകയാണ് ചെയ്തത്. 3.86% ആയിട്ട് മാറി. അപ്പോൾ ധനക്കമ്മി ഈ 2024-25 കൂടിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് റവന്യൂ കമ്മി അല്ലെങ്കിൽ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. 2023-24 കണക്കനുസരിച്ച് 1.6% ആയിരുന്നു. അത് 2024-25 ആയപ്പോൾ എത്രയായി? 2.49% ആയി. അവിടെയും റവന്യൂ കമ്മി എന്താണ്, കൂടുകയാണ് ചെയ്തത്. ടോട്ടൽ റവന്യൂ എക്സ്പെൻഡിച്ചർ
ടോട്ടൽ റവന്യൂവിനേക്കാളും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അവിടെയാണ് റവന്യൂ കമ്മി വരുന്നത്. അതായത് 1.6% എന്നുള്ളത് 2.49% കൂടിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കുക, ഫിസ്ക്കൽ കമ്മി അല്ലെങ്കിൽ ധനക്കമ്മി, റവന്യൂ കമ്മി അല്ലെങ്കിൽ റവന്യൂ ഡെഫിസിറ്റ് 2023-24 കാലയളവ് വെച്ച് നോക്കുവാണെങ്കിൽ 2024-25 കാലയളവിൽ കൂടിയിട്ടുണ്ട് എന്നത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഈ ഡേറ്റാസ് ഒന്നും നിങ്ങൾ നോക്കണ്ട, ഈ ഫിഗേഴ്സിൽ വരുന്നത് നോക്കണ്ട, പ്രാക്ടിക്കലി ചിന്തിച്ച് വെച്ചിരുന്നാൽ മതി. റവന്യൂ കമ്മിയും ധനക്കമ്മിയും 2023-24 അപേക്ഷിച്ച് 2024-25 കൂടുതലാണ് എന്നത് മാത്രം ഇവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? ഇനി കുറച്ച് പദ്ധതികൾ ഈ ഒരു ബജറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് പദ്ധതികൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കേരള സർക്കാർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത്. ഫിഗേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഈ ഒരു ഡേറ്റ മാത്രം അനലൈസ് ചെയ്ത് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇനി എന്തൊക്കെ ചില പദ്ധതികൾ ഈ ഒരു ബജറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് അനൗൺസ് ചെയ്തിട്ടുണ്ട്, അതും PSCക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ്. അപ്പോൾ അതും കൂടി നമുക്ക് നോക്കാം. ബജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ് ക്ഷേമ പെൻഷൻ വർധനവ് എന്ന് പറയുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ നിലവിലുണ്ട്. ആ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ 2000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2026-27 വരുന്ന വർഷത്തേക്ക് ഇതിനു വേണ്ടിയിട്ട് 14,500 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. കോടിക്കണക്കൊന്നും നിങ്ങൾ ഓർക്കണ്ട, ഇത്രയും മാത്രം മനസ്സിലാക്കുക. ക്ഷേമ പെൻഷനിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഉണ്ടായിരുന്നു, അതിൽ 2000 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്, വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത് മറ്റൊരു പദ്ധതിയാണ്. 35-നും 60-നും ഇടയിൽ പ്രായമുള്ള വേറെ ആനുകൂല്യങ്ങളൊന്നും കിട്ടാത്ത സ്ത്രീകളുണ്ട്. ആ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയും കൂടി ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ബജറ്റിന്റെ ഒരു പ്രഖ്യാപനമാണ്. ഒന്ന്, ക്ഷേമ പെൻഷൻ വർധനവ്. 2, 35-നും 60-നും വയസ്സിനിടയിൽ പ്രായമുള്ള മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത സ്ത്രീകൾക്ക് 1000 രൂപ ധനസഹായം ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി എന്നുള്ളത് ഓർക്കുക. ഇനി അടുത്ത നോക്കിക്കേ, മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് തൊഴിൽ പരിശീലനം നേടുന്ന യുവാക്കൾക്ക് 400 കോടി രൂപ നീക്കി വെച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഏതെന്ന് പറയുന്നത് ഈ ഒരു കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ്. എന്താണ് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ്? മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് തൊഴിൽ പരിശീലനം നേടുന്ന യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ്. 400 കോടി രൂപയാണ് നീക്കി വെച്ചിട്ടുള്ളത്. തൊഴിൽ പരിശീലനം നേടുന്ന യുവാക്കൾക്കായിട്ട് 400 കോടി രൂപ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നീക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓണറേറിയം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് അങ്കണവാടി വർക്കർമാർ, അതുപോലെ ആശാ വർക്കർമാർ, പ്രൈമറി അധ്യാപകർ, സാക്ഷരതാ പ്രേരകന്മാർ എന്നിവയുടെ വേതനത്തിൽ 1000 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്, വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2026-27 ബജറ്റുമായി ബന്ധപ്പെട്ട് ഓണറേറിയം വർധനവ് ആർക്കൊക്കെയാണ്? അങ്കണവാടി വർക്കർമാർ, ആശാ വർക്കർമാർ, പ്രീ പ്രൈമറി അധ്യാപകർ, അതുപോലെ സാക്ഷരതാ പ്രേരകന്മാർ എന്നിവരുടെ വേതനത്തിലാണ് 1000 രൂപ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, സ്കൂളിലെ പാചക തൊഴിലാളികളുണ്ടല്ലോ, അവരുടെ ദിവസ വേതനത്തിൽ ഡെയിലി വേജസിൽ എത്ര രൂപയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്? 25 രൂപയുടെ വർധനവ് കൂടി വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ്, അതുപോലെ ഓണറേറിയം വർധനവ്, അങ്കണവാടി വർക്കേഴ്സ്, ആശാ വർക്കർ, പ്രീ പ്രൈമറി അധ്യാപകർ, സാക്ഷരതാ പ്രേരകന്മാർ ഇവരുടെ വേതനത്തിൽ 1000 രൂപയുടെ വർധനവ് വന്നിട്ടുണ്ട്. അതുപോലെ സ്കൂൾ പാചക തൊഴിലാളികളുടെ ദിവസ വേതനത്തിൽ 25 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്, വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നതുകൂടി ഇവിടെ മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് അഷ്വേർഡ് പെൻഷൻ പദ്ധതിയും ഇതിൻ്റെ ഒരു ഭാഗമാണ്. പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരമായിട്ട് ഏപ്രിൽ 1 മുതൽ ഇത് നടപ്പിലാക്കും. അതായത് പങ്കാളിത്ത പെൻഷൻ നമുക്കറിയാം, അതിന് ബദലായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പെൻഷൻ പദ്ധതിയാണ് അഷ്വേർഡ് പെൻഷൻ പദ്ധതി. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഉറപ്പായിട്ടും PSC ചോദിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. അഷ്വേർഡ് പെൻഷൻ പദ്ധതി എന്ന് പറയുന്നത് പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരമായിട്ട് ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്ന ഒരു പദ്ധതിയാണ് അഷ്വേർഡ് പെൻഷൻ പദ്ധതി. ബേസിക് പേ, അതായത് അടിസ്ഥാന ശമ്പളത്തിന്റെ 50% ഉറപ്പായിട്ടും പെൻഷനായിട്ട് നൽകും, അല്ലെങ്കിൽ പെൻഷനായിട്ട് ലഭിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അടിസ്ഥാന ശമ്പളത്തിന്റെ 50% പെൻഷനായി ഉറപ്പാക്കുന്നു.
ഇനി അടുത്തത് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ബേസിക് ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് അടിസ്ഥാന സൗകര്യ വികസനവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കേരള ബജറ്റിൽ, നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ബജറ്റിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതും കൂടി നമുക്ക് നോക്കാം. അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായിട്ട് വിഴിഞ്ഞം തുറമുഖം, അല്ലെ, നമുക്കറിയാം വിഴിഞ്ഞം തുറമുഖത്തെ 2026 ജനുവരി 24 അതിന്റെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് ഈ ഒരു ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖം 2026-24 2ാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതുപോലെ തന്നെ എന്താണ്, KSRTC 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആകെ 8525.43 കോടി രൂപ നൽകി എന്ന് പറയുന്നുണ്ട്. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അതുപോലെ കെ ഫോണുമായിട്ട് റിലേറ്റ് ചെയ്ത് 2025 ഓഗസ്റ്റ് വരെ 1,13,525 സജീവ കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ഈ ഒരു ബജറ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്. കെ ഫോണുമായിട്ട് റിലേറ്റ് ചെയ്ത് 2025 ഓഗസ്റ്റ് വരെ 1,13,525 സജീവ കണക്ഷൻസ് നൽകിയിട്ടുണ്ട്. പിന്നെ എന്താണ്, ദേശീയപാത 66 ഭൂമി ഏറ്റെടുക്കലിനായി സംസ്ഥാന സർക്കാർ ഇത്ര കോടി രൂപ നൽകിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഇതൊന്നും ഞാൻ പറഞ്ഞു, കോടിക്കണക്കിൻ്റെ കണക്കുകളൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഈ ഒരു ബജറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഓർക്കുക. അതുപോലെ വയനാട് തുരങ്കപാതയുമായിട്ട് റിലേറ്റ് ചെയ്ത് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം ആരംഭിച്ചു. അപ്പോൾ ഇപ്പോൾ നിർമ്മാണം ആരംഭിച്ച തുരങ്കപാത ഏതാണ്? കേരളത്തിലെ വയനാട് തുരങ്കപാത എന്ന് പറയുന്നത് ഏതിനെയൊക്കെ കണക്ട് ചെയ്യുന്നതാണ്? ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണമാണ് ആരംഭിച്ചിട്ടുള്ളത്. അതിൻ്റെ നീളം എത്രയാണ്? 8.73 കിലോമീറ്റർ വരുന്ന തുരങ്കപാതയാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത എന്നുള്ളത് കൂടി ഇവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി പുതിയ ഇനിഷ്യേറ്റീവ്സ് അല്ലെങ്കിൽ നൂതന പദ്ധതികളായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു സർക്കാരിൻ്റെ ഈ ഒരു ബജറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് നോക്കേണ്ടതെന്ന് നോക്കാം. അതായത് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം, റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം RRTS. എന്താണിത്? സിൽവർ ലൈൻ പദ്ധതി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അതിന് ബദലായിട്ട് അല്ലെങ്കിൽ അതിന് പകരമായിട്ട് കൊണ്ടുവരുന്ന ഒരു ഇനിഷ്യേറ്റീവ്, പുതിയ ഇനിഷ്യേറ്റീവാണ്. ഈ ഒരു കേരള സർക്കാരിൻ്റെ പുതിയ ഇനിഷ്യേറ്റീവാണ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചു, ഇത് PSC പരീക്ഷയ്ക്ക് ചോദിക്കും. ഈ റീജിയണൽ റാപ്പിഡ് സിസ്റ്റം എന്ന് പറയുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 4 ഘട്ടങ്ങളിലായിട്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഈ ഒരു റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. മൊത്തം എത്ര കിലോമീറ്റർ ആണ് വരുന്നത്? 583 കിലോമീറ്റർ ദൂരത്തിൽ വരുന്ന വേഗ റെയിൽ പാതയാണ് RRTS അഥവാ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ അനൗൺസ്മെന്റിന് ശേഷം പല എതിർപ്പുകളും പല ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് വരുന്ന വഴിയെ കാണാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഈ ഒരു ബജറ്റിലെ പ്രധാനപ്പെട്ട ഒരു അനൗൺസ്മെന്റ് ആണ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. RRTS സിൽവർ ലൈനിന് ബദലായിട്ട് കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ്. 583 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഒരു നീളം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദൂരം വരുന്നത്. അതുപോലെ മറ്റൊരു പദ്ധതിയാണ് റെയർ എർത്ത് കോറിഡോർ. വിഴിഞ്ഞം മുതൽ ചവറ വഴി കൊച്ചി വരെ ചവറ KMML ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രം സ്ഥാപിക്കും. റെയർ എർത്ത് കോറിഡോർ അതായത് മൈനിങ്ങുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ഇത്രയും ഓർക്കുക, റെയർ എർത്ത് കോറിഡോർ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതുമായിട്ടുള്ള കാര്യങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി കൂടി ഈ ബജറ്റിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ റെയർ എർത്ത് കോറിഡോർ വിഴിഞ്ഞം മുതൽ ചവറ വഴി കൊച്ചി വരെയാണ് ഈ ഒരു റെയർ എർത്ത് കോറിഡോർ നടത്താൻ അല്ലെങ്കിൽ ആരംഭിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചവറ KMML ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേന്ദ്രം സ്ഥാപിക്കും എന്നും പറയുന്നുണ്ട്. അതുപോലെ എൽഡർലി ബജറ്റ്, ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിച്ച ഒരു പ്രഖ്യാപനമാണ് എൽഡർലി ബജറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക ബജറ്റ് രേഖ പുറത്തിറക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ഈ ഒരു പ്രഖ്യാപനത്തോടു കൂടി ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക ബജറ്റ് രേഖ പുറത്തിറക്കുന്ന സംസ്ഥാനം, ആദ്യത്തെ സംസ്ഥാനമായിരിക്കുകയാണ് കേരളം. വയോജന ബജറ്റ് ഉറപ്പായിട്ടും PSC പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർക്കുക. വയോജന ബജറ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ബജറ്റ് രേഖ പുറത്തിറക്കുന്ന
സംസ്ഥാനമായിട്ട് മാറി കേരളം. അതായത് വയോജനങ്ങളുടെ ഉന്നമനത്തിനും അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ അവരുടെ ക്ഷേമത്തിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബജറ്റ് രേഖയാണ് ഈ ഒരു വയോജന ബജറ്റ് രേഖ എന്ന് പറയുന്നത്. അപ്പോൾ എൽഡർലി ബജറ്റ് ഓർക്കുക, ഈ 2026-27 കേരള ബജറ്റിൽ പ്രഖ്യാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു വയോജന ബജറ്റ് അല്ലെങ്കിൽ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ബജറ്റ് രേഖ പുറത്തിറക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് നമ്മുടെ കേരളം എന്നുകൂടി ഓർത്തു വെക്കുക. ഇനി അടുത്ത മറ്റ് പദ്ധതികൾ, ഈ ഒരു ബജറ്റുമായി ബന്ധപ്പെട്ട മറ്റ് പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേറ്റിവിറ്റി കാർഡ്, അതായത് ഇലക്ഷന്റെ മുന്നോടിയായിട്ട് പൗരന്മാരുടെ ആശങ്കകളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വളരെ കാലങ്ങളായി കേരളത്തിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് നേറ്റിവിറ്റി കാർഡ് സ്വന്തമായിട്ട് നൽകുന്നത്, അതായത് പൗരന്മാരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കേരളം സ്വന്തമായിട്ട് നൽകുന്ന ഒരു രേഖയാണ് നേറ്റിവിറ്റി കാർഡ് എന്ന് പറയുന്നത്. വർഷങ്ങളായിട്ട് കേരളത്തിൽ താമസിക്കുന്നവർക്കായിരിക്കും, പൗരന്മാർക്കായിരിക്കും എന്ത് ലഭിക്കുന്നത്? ഈ ഒരു നേറ്റിവിറ്റി കാർഡ് ലഭിക്കുന്നത്. അതും ഈ ഒരു ബജറ്റിന്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ ആഗോള സ്കൂൾ, നൂതന സാങ്കേതിക വിദ്യകൾക്കും തൊഴിൽ പരിശീലനത്തിനും വേണ്ടിയിട്ട് കേരളത്തിൽ സ്ഥാപിക്കുന്ന പുതിയൊരു സ്ഥാപനമാണ് ആഗോള സ്കൂൾ അല്ലെങ്കിൽ ഗ്ലോബൽ സ്കൂൾ എന്ന് പറയുന്നത്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? നൂതന സാങ്കേതിക വിദ്യകൾക്കും തൊഴിൽ പരിശീലനത്തിനും വേണ്ടിയിട്ട് കേരളത്തിൽ സ്ഥാപിക്കുന്ന ഒരു പുതിയ സ്ഥാപനമാണ് ആഗോള സ്കൂൾ. മറ്റ് പദ്ധതികളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക നേറ്റിവിറ്റി കാർഡ്, അതുപോലെ എന്താണ് ആഗോള സ്കൂൾ. ഇനി പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ഡിഫൻസ് ടെക്നോളജിക്കൽ ഇന്നൊവേഷൻ ഹബ്ബ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമായിട്ടുണ്ട്. എവിടെയാണ്? തിരുവനന്തപുരത്താണ്. കേരളത്തിൽ തിരുവനന്തപുരത്താണ് ഡിഫൻസ് ടെക്നോളജിക്കൽ ഇന്നൊവേഷൻ ഹബ്ബ് ആരംഭിക്കുന്നത്. അതുപോലെ VS സെന്റർ, VS അച്യുതാനന്ദന്റെ സ്മരണാർത്ഥം തിരുവനന്തപുരത്ത് VS സെന്റർ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബജറ്റിൽ 20 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ആരുടെയാണ്? മുൻ മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദന്റെ സ്മരണാർത്ഥം തിരുവനന്തപുരത്ത് VS സെന്റർ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമായിട്ടുണ്ട്. ഓർക്കുക, എവിടെയാണ് VS സെന്റർ നിലവിൽ വരുന്നത്? തിരുവനന്തപുരമാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത് നോക്കുക, സൈബർ വാലി, കൊച്ചി ഇൻഫോ പാർക്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹബ്ബായിട്ട് സൈബർ വാലി സ്ഥാപിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സൈബർ വാലി എവിടെയാണ്? കൊച്ചി ഇൻഫോ പാർക്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹബ്ബായിട്ട് സൈബർ വാലി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹബ്ബ്. ഇപ്പോൾ AI കാലമാണല്ലേ, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹബ്ബ് എവിടെയാണ് സ്ഥാപിക്കുന്നത്? കൊച്ചി ഇൻഫോ പാർക്കിലാണ്. അതുപോലെ വർക്ക് നിയർ ഹോം എന്ന് പറയുന്ന ഒരു പദ്ധതിയും ഈ ബജറ്റിൽ അവതരിപ്പിച്ചതാണ്. IT റിലേറ്റ് ചെയ്തിട്ട് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് 200 കേന്ദ്രങ്ങളിലേക്ക് വർക്ക് നിയർ ഹോം, അതായത് വീട്ടിൻ്റെ അടുത്ത് തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ഒരുക്കുന്ന ഒരു പദ്ധതിയാണ് വർക്ക് നിയർ ഹോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതും കൂടി ഓർത്ത് വെക്കുക. വർക്ക് നിയർ ഹോം എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഒരു പദ്ധതി 200 കേന്ദ്രങ്ങളിലായിട്ട് വ്യാപിക്കുമെന്നാണ് നമ്മുടെ കേരള സർക്കാർ അനൗൺസ് ചെയ്തിട്ടുള്ളത്. വീട്ടിനടുത്ത് തന്നെ ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിനുള്ള സൗകര്യം ഒരുക്കുന്ന ഒരു പദ്ധതിയാണ് വർക്ക് നിയർ ഹോം എന്ന് മനസ്സിലാക്കുക. അതുപോലെ മറ്റൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഗിഗ് ഹബ്ബ് എന്ന് പറയുന്നത്. ഇപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്വിഗ്ഗി, സൊമാറ്റോ അതുപോലുള്ള ഗിഗ് വർക്കേഴ്സ് ഒരുപാട് ഉള്ള ഒരു കാലമാണ് ഇപ്പോഴത്തേന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ആണ് ഈ ഒരു ഗിഗ് ഹബ്ബ് എന്ന് പറയുന്നത്. ഗിഗ് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ആധുനിക സൗകര്യങ്ങളുള്ള ഒരു ഹബ്ബ് സ്ഥാപിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അവർക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഹബ്ബ് സ്ഥാപിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഈ ഒരു ഗിഗ് ഹബ്ബുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഗിഗ് തൊഴിലാളികൾക്കായി ആധുനിക സൗകര്യങ്ങളുള്ള ഒരു ഹബ്ബ് സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്കുള്ള മറ്റ് ആനുകൂല്യങ്ങൾ, ഇൻഷുറൻസ് സ്കീം പോലുള്ള മറ്റ് ആനുകൂല്യങ്ങളെ കുറിച്ചും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗിഗ് ഹബ്ബ്, ഗിഗ് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു ഹബ്ബ് സ്ഥാപിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ മറ്റൊന്നാണ് അൻപ് വീട്, അതായത് ഭൗതിക വെല്ലുവിളി നേരിടുന്നവർക്ക് പ്രാദേശിക തലത്തിൽ പരിചരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കെയർ ഹോമുകൾ സ്ഥാപിക്കുന്ന ഒരു പദ്ധതിയാണ് അൻപ് വീട് എന്ന് പറയുന്നത്. നമ്മുടെ സ്കീംസ് റിലേറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് PSC. അപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് അൻപ് വീട് എന്താണ്? അൻപ് വീട് പദ്ധതി എന്താണ്? ഭൗതിക വെല്ലുവിളി നേരിടുന്നവർക്ക് വേണ്ടിയിട്ട് പ്രാദേശിക തലത്തിൽ അവരുടെ പരിചരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കെയർ ഹോമുകൾ സ്ഥാപിക്കുന്ന ഒരു പദ്ധതിയാണ് അൻപ് വീട് എന്നത് കൂടി ഇവിടെ മനസ്സിലാക്കി വെക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ്
ഏതൊക്കെയാണ്? സൈബർ വാലി, അതുപോലെ വർക്ക് നിയർ ഹോം, ഗിഗ് ഹബ്ബ്, അൻപ് വീട് എന്നീ പദ്ധതികൾ ഈ ഒരു 2026-27 ബജറ്റുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി കൃഷിയും പരിസ്ഥിതിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ബജറ്റിൽ വന്നിട്ടുള്ളത്? റബ്ബറിൻ്റെ താങ്ങുവില 200 രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. റബ്ബറിൻ്റെ താങ്ങുവില 200 രൂപയായിട്ട് ഉയർത്തി. അതുപോലെ നെല്ല് സംഭരണ വില കിലോയ്ക്ക് 30 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് അല്ലേ, അതായത് തൃശ്ശൂരിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല സ്ഥാപിച്ചിട്ടുണ്ട്. ഇതും നേരത്തെ നമ്മൾ അറിഞ്ഞ ന്യൂസ് തന്നെയാണ്. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാലയാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. അതെവിടെയാണ് നിലവിൽ വന്നത്? കേരളത്തിൽ തൃശ്ശൂരിലാണ് എന്നതുകൂടി ഇവിടെ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി കുറച്ച് അഡീഷണൽ പോയിന്റ്സും കൂടി നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്, KN ബാലഗോപാൽ അവതരിപ്പിക്കുന്ന എത്രാമത്തെ ബജറ്റാണ്? 6ാമത്തെ ബജറ്റാണ് ഈ ഒരു 2026-27 ബജറ്റ് എന്ന് പറയുന്നത്. VS സെന്റർ തിരുവനന്തപുരത്ത് നിലവിൽ വരുന്നുണ്ട്. അതുപോലെ സൗജന്യ വിദ്യാഭ്യാസം മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ്. നമുക്കറിയാം +2 വരെ സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. ഇനി ബിരുദ തലത്തിലും, അതായത് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ബിരുദതലം വരെ ഡിഗ്രി അല്ലെങ്കിൽ വിദ്യാഭ്യാസം സൗജന്യമാക്കാനുള്ള പദ്ധതിയാണ് ഇതിൽ കൂടി അനൗൺസ് ചെയ്യുന്നത്. സൗജന്യ വിദ്യാഭ്യാസം എന്താണ്? ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ബിരുദതലം വരെ വിദ്യാഭ്യാസം സൗജന്യമാക്കി മാറ്റുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി അനൗൺസ് ചെയ്തിട്ടുള്ളൊരു പദ്ധതിയാണ് ഇത്. അതുപോലെ ലൈഫ് സേവർ പദ്ധതി, റോഡ് അപകടത്തിൽ പെടുന്നവർക്ക് ആദ്യത്തെ 5 ദിവസം സൗജന്യമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? ലൈഫ് സേവർ പദ്ധതി എന്ന് പറയുന്നത്. ലൈഫ് സേവർ പദ്ധതി എന്താണെടാ? റോഡ് അപകടത്തിൽ പെടുന്നവർക്ക് ആദ്യത്തെ 5 ദിവസം സൗജന്യ പണരഹിത ചികിത്സ ഉറപ്പാക്കുന്നു. അതായത് അവരുടെ നിന്ന് പൈസയൊന്നും വാങ്ങാതെ ഗവൺമെന്റ് അവർക്കുള്ള ചെലവുകൾ വഹിക്കുന്നു എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈഫ് സേവർ പദ്ധതി. എന്താണ് ലൈഫ് സേവർ പദ്ധതി? റോഡ് അപകടത്തിൽ പെടുന്നവർക്ക് ആദ്യത്തെ 5 ദിവസം സൗജന്യമായിട്ട് പണരഹിതമായിട്ട് ചികിത്സ ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ലൈഫ് സേവർ പദ്ധതി എന്ന് പറയുന്നത്. അതുപോലെ ആദ്യ റോബോട്ടിക് സർജറി സർക്കാർ മേഖലയിൽ ആദ്യമായി നടപ്പിലാക്കിയത് എവിടെയാണ്? കേരളത്തിലാണ്. സർക്കാർ മേഖലയിൽ റോബോട്ടിക് സർജറി ആദ്യമായിട്ട് നടപ്പിലാക്കിയത് കേരളത്തിലാണ്. അതുപോലെ PSC നിയമനങ്ങളുടെ കാര്യം എന്താണ് പറയുന്നത്? ഇന്ത്യയിലെ ആകെ PSC നിയമനങ്ങളുടെ 60% കേരളത്തിലാണ് നടക്കുന്നത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ ഓർക്കുക. ലൈഫ് സേവർ പദ്ധതി, അതുപോലെ ആദ്യത്തെ റോബോട്ടിക് സർജറി സർക്കാർ മേഖലയിൽ ഇത് ആദ്യമായിട്ട് നടപ്പിലാക്കിയത് കേരളത്തിലാണ് എന്നതുകൂടി ഇവിടെ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തതായിട്ട് 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ. എത്രാമത്തെ ശമ്പള പരിഷ്കരണ കമ്മീഷനാണ് വരുന്നത്? 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്കായിട്ടുള്ള പുതിയ ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എത്രാമത്തെ ശമ്പള പരിഷ്കരണ കമ്മീഷനാണ്? 12ാമത്തെ ആണ്. അതുപോലെ DA DR കുടിശ്ശിക, ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കുടിശ്ശികയായ ക്ഷാമബത്ത, ക്ഷാമ ആശ്വാസം എന്നിവ ഈ സാമ്പത്തിക വർഷം തന്നെ പൂർണ്ണമായും വിതരണം ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതും ഈ ഒരു ബജറ്റിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. DA DR കുടിശ്ശിക, ഡിയർനെസ് അലവൻസ് പോലുള്ള കുടിശ്ശിക, ക്ഷാമബത്ത, ക്ഷാമ ആശ്വാസം എന്നിവ ഈ സാമ്പത്തിക വർഷം തന്നെ പൂർണ്ണമായിട്ടും വിതരണം ചെയ്യുമെന്ന് പറഞ്ഞത് സർക്കാർ ജീവനക്കാർക്ക് വലിയ ആശ്വാസമാണ്. വരും വഴിയെ നമുക്കൊന്ന് കണ്ടു നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ഓർക്കുക, 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ അതുപോലെ തന്നെ DA DR കുടിശ്ശിക ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ തന്നെ പൂർണ്ണമായും വിതരണം ചെയ്യും എന്നാണ് നമ്മുടെ കേരള ഗവൺമെന്റ് അവതരിപ്പിച്ച ഈ ഒരു 2026-27 ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു 2026-27 ബജറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? പ്രധാനമായിട്ടുള്ള വസ്തുതയാണ്, തുടർച്ചയായ 6ാമത്തെ ബജറ്റാണ് KN ബാലഗോപാൽ അവതരിപ്പിച്ചത്. ദൈർഘ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ 4ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ആദ്യത്തെ 2 സ്ഥാനത്ത് നിൽക്കുന്നത് തോമസ് ഐസക് ആണ്. 3ാം സ്ഥാനത്ത് ഉമ്മൻചാണ്ടി 2016 ബജറ്റ് അവതരണം. പിന്നെ 4ാം സ്ഥാനത്താണ് ഇപ്പോൾ നമ്മുടെ KN ബാലഗോപാൽ. കേരളത്തിന്റെ 77ാമത്തെ ബജറ്റാണ് ഇത്തവണ അവതരിപ്പിച്ചിട്ടുള്ളത്. തുടർച്ചയായിട്ട് 2021 ബജറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള 6ാമത്തെ ബജറ്റാണ് KN ബാലഗോപാൽ അവതരിപ്പിച്ചത്. 2ാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ പൂർണ്ണ ബജറ്റായിരുന്നു ഈ കഴിഞ്ഞ ജനുവരി 29 വ്യാഴാഴ്ച അവതരിപ്പിച്ചത്. ആ ഒരു ഡേറ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ചിലപ്പോൾ PSC ആ രീതിയിലും ചോദ്യം ചോദിക്കാം. ജനുവരി 29 വ്യാഴാഴ്ചയായിരുന്നു ഇത്തവണത്തെ ബജറ്റ് കേരള സർക്കാർ അവതരിപ്പിച്ചത്. അപ്പോൾ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കിതുപോലെ യൂണിയൻ ബജറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ക്ലാസ്സിലോട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.